സിറോ മലബാർ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിന്റെ അടിയന്തര യോഗം ഇന്നും തുടരും. 14-ാം തീയതി ചേർന്ന യോഗത്തിൽ ഏകീകൃത കുർബാന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് സിനഡ് ഇന്ന് വീണ്ടും ചേരുന്നത്. നിർണായകമായ തീരുമാനങ്ങൾ സിനഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏകീകൃത കുർബാന അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്ത വിമത വിഭാഗത്തിനെതിരെ അന്തിമ നടപടി പ്രഖ്യാപിക്കാനായിരുന്നു ജൂൺ 14-ന് അടിയന്തര സിനഡ് യോഗം ചേർന്നത്. എന്നാൽ ചില മുതിർന്ന മെത്രാന്മാർ വിമതർക്ക് അനുകൂലമായി സംസാരിച്ചതോടെ ഏകാഭിപ്രായത്തിലെത്താൻ യോഗത്തിന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഓൺലൈനായി അടിയന്തര സിനഡ് യോഗം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ഏകീകൃത കുർബാന വിഷയത്തിലുള്ള ചർച്ചയ്ക്കൊപ്പം വൈദികർക്കെതിരായ നടപടികൾക്കായി സഭാകോടതി സ്ഥാപിക്കുക, അതിരൂപത കുഴിയ പുനഃസംഘടിപ്പിക്കുക, എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിക്കുക തുടങ്ങി അജണ്ടകൾ കൂടി സിനഡിൽ ചർച്ചയ്ക്കെത്തും. സഭാ കൂരിയായുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡ് യോഗത്തിൽ മുതിർന്ന മെത്രാന്മാർ കടുത്ത പ്രതിഷേധമുയർത്തിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണം എന്ന അജണ്ടയുമായി 2 മണിക്കൂർ മാത്രം ചേർന്ന് പിരിയാനും മുൻകൂട്ടി തയ്യാറാക്കിയ സർക്കുലർ സിനഡ് അംഗങ്ങളെ വായിച്ചു കേൾപ്പിച്ച് അംഗീകാരം നേടാമെന്നുമുള്ള സിറോ മലബാർ സഭാ കൂരിയായുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതാണ് സിനഡ് സമ്മേളനം നീളാൻ ഇടയാക്കിയത്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.